വെൽക്കം ടു മൂവി ബ്രാൻഡ്. പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ താരമാണ് രഞ്ജിനി. കഴിഞ്ഞ ദിവസമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ട് നടി ഹർജി സമർപ്പിച്ചത്. പിന്നാലെ ഹർജിയുടെ പശ്ചാത്തലത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൽക്കാലം പുറത്തുവിടില്ലെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ താൻ മൊഴി കൊടുത്തതാണെന്നും എന്നാൽ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചില്ല എന്നുമാണ് നടി പറയുന്നത്. നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഞാൻ പറയുന്നില്ല. മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കുമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ നൽകിയ മൊഴി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത് എന്നറിയാനുള്ള അവകാശം എനിക്കുണ്ട്. പെട്ടെന്ന് പബ്ലിഷ് ചെയ്യുമ്പോൾ എനിക്ക് ആശങ്കയുണ്ടായി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, പഠനത്തിന്റെ നിഗമനം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കമ്മിറ്റി നമ്മളെ അറിയിക്കേണ്ടേ? അത് ഞങ്ങളുടെ അവകാശമാണ്. ഞാനാണ് ആദ്യമായി കമ്മിറ്റിക്ക് മൊഴി കൊടുത്തത്, അതല്ലേ ഞാൻ ഹർജി കൊടുത്തത്. ഭാവിയിൽ സുരക്ഷിതമായ സാഹചര്യം നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, ലിംഗ അസമത്വവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പണ്ട് തൊട്ടേ ഉണ്ട്, ഇപ്പോഴും മാറിയിട്ടില്ല. പ്രതിഫലം, സ്റ്റാറ്റസ്, അവസരങ്ങൾ ഇതെല്ലാം ഒരുപോലെയല്ല. ഇതിലെല്ലാം തുല്യത വരണം. അതിനെല്ലാം വേണ്ടിയാണ് ഞാൻ കമ്മിറ്റിക്ക് മൊഴി നൽകിയത് എന്നും രഞ്ജിനി പറയുന്നു. മാത്രമല്ല, പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് 1998 താൻ സിനിമാ മേഖല വിടുന്നതെന്നും ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും രഞ്ജിനി പറയുന്നത്. കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കണമായിരുന്നു എനിക്ക്. സിനിമാ മേഖലയിൽ നിന്നുള്ള മോശം അനുഭവങ്ങളും ഉണ്ട്. ഞാൻ എന്തിന് എന്നും തർക്കം പിടിക്കണം? പ്രതിഫലം ചോദിച്ചാൽ നമ്മൾ പ്രശ്നക്കാരിയാകും. പണിയെടുത്തതിന്റെ പൈസയല്ലേ ചോദിക്കുന്നത്? പ്രതിഫലത്തിന് വേണ്ടിയൊക്കെ സ്ഥിരം തർക്കം ഉണ്ടാവുന്നതൊക്കെ മടുപ്പിച്ചു. പ്രതിഫലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ പ്രശ്നക്കാരിയാണ്, അവസരം കൊടുക്കരുതെന്ന് നിർമ്മാതാക്കൾ മറ്റു നിർമ്മാതാക്കളോട് പറയും. പൈസ ചോദിക്കുന്നുവെന്നല്ല പറയുക, പ്രശ്നക്കാരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ എന്താണ് വിചാരിക്കുക? ഇപ്പോഴും ഇതിനൊന്നും ഒരു മാറ്റവുമില്ല. എന്നേക്കാൾ മോശം അനുഭവങ്ങൾ ഉണ്ടായവരുണ്ട്. ചിലർ മൊഴി നൽകുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും എതിരെ പ്രതികാരം തീർക്കാനല്ല മൊഴി നൽകിയത്. ഈ പഠനത്തിൽ നിന്നും എന്തെങ്കിലും നടപടികൾ ഉണ്ടാവണം. എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ വേണമെന്നാണ് ആവശ്യം. നമുക്കൊരു സ്വകാര്യത വേണം. ഇന്റേണൽ കമ്മിറ്റിയൊക്കെ മണ്ടത്തരമാണ്. എല്ലാ ലൊക്കേഷനിലും ICC വെക്കുന്നത് പ്രായോഗികമല്ല. ചിലതൊക്കെ പേപ്പറിൽ ഒതുങ്ങും. അടുത്തിടെ എന്റെ ലൊക്കേഷനിൽ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ചില യൂട്യൂബ് ചാനലുകൾ വാർത്ത നൽകിയിരുന്നു. ഇതിനെതിരെ പോലീസിനെ സമീപിച്ചപ്പോൾ അവർ തന്നെ പറയുന്നത് ഒരു കാര്യമില്ലെന്നാണ്. അപ്പോൾ പിന്നെ ഞാൻ ആരോട് പരാതി പറയും? ട്രൈബ്യൂണൽ വന്നാൽ ഞാൻ ശക്തമായി പോരാടുമെന്നാണ് താരം പറഞ്ഞത്. അതേസമയം 233 പേജുള്ള റിപ്പോർട്ട് പുറത്തു വിടുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പുറത്തുവിടാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവിടുകയെന്നാണ് സർക്കാർ അറിയിച്ചത്. സിനിമാ മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് 2019 കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്നു മുതൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യമുയർന്നിരുന്നു. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അടക്കമുള്ളവരാണ് ആവശ്യവുമായി രംഗത്തെത്തിയത്. 2019 ഡിസംബർ 31 റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. ഇതിനെതിരെ മാധ്യമപ്രവർത്തകർ അടക്കം വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ.